ഹലോ ഗൈസ്, നമ്മുടെ ടെമുവിന്റെ പാഴ്സൽ രാവിലെ വന്നു. അപ്പൊ സാന്ദ്ര എനിക്ക് ചായ ഒക്കെ ഇട്ടിട്ട് ടെമുവിന്റെ പാഴ്സൽ എടുത്ത് വന്നു. നമ്മുടെ ചായ ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. സോറി, കാപ്പി ഇവിടെ ഇരിപ്പുണ്ട്. കാപ്പി കുടിച്ചോണ്ട് നമുക്ക് ടെമു എന്ത് ചെയ്യാം, അൺബോക്സ് ചെയ്യാം. ഇത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഓൾറെഡി ഞാൻ കുറെ സാധനം ടെമുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് കുഞ്ഞു സാധനമുള്ളൂ. ഇത് കവർ കണ്ടിട്ട് ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നു. തൊണ്ടോ എന്തായാലും. അപ്പൊ പാഴ്സൽ വരുമ്പോ പെട്ടെന്ന് പൊട്ടിച്ച് കാണാൻ ഇഷ്ടമാണ് സാന്ദ്രിക്കല്ലേ. എനിക്കും അങ്ങനെയാണ്, പെട്ടെന്ന് കാണും. ഇത് സാന്ദ്രയുടെ ലെഗിൻസ്. അവക്ക് വേണ്ടി ഒരു ലെഗിൻസ് വാങ്ങിയതാണ്. എനിക്ക് കുഴപ്പമില്ല കേട്ടോ, നല്ല ലെഗിൻസ് ആണിത്. നോക്കിക്കേ, ഇതിപ്പോ നീ എനിക്ക് വാങ്ങി തന്നല്ലേ? അല്ല, അതെ, അന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ യൂട്യൂബ് വീഡിയോയിൽ ഇപ്പൊ എനിക്ക് വാങ്ങി തന്നാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്റെ കാശ് കൊടുക്കൂല. ഓക്കെ, വേണ്ട, കൊണ്ടുപോ. അടുത്ത് ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് കൈയൊക്കെ മരയ്ക്കുന്നുണ്ട്. അപ്പൊ എന്റെ കയ്യിലുള്ള ഗ്ലൗസ് ഇട്ടിട്ട് എനിക്ക്, എന്റെ കയ്യിൽ വലിയ ഗ്ലൗസ് അധികം ഇടാറില്ല. വാങ്ങിയിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. നല്ലതാ. ഇറക്കമുണ്ടോ? കുറച്ച് കുറവാ. അയ്യോ, ഇറക്കം കുറവാ. കുറച്ച് ലെങ്ത് കുറവാണ് ലെഗിൻസ്. അപ്പൊ ഞാൻ ഒരു ഗ്ലൗസ് വാങ്ങിച്ചു. കണ്ട, കയ്യിലിട്ടോക്കാം. സത്യം പറഞ്ഞ ഇതേവരെ ഞങ്ങള് ഗ്ലൗസ് ഇട്ട് നടന്നിട്ടില്ല. പക്ഷെ ഈ വിന്ററിന് നമുക്ക് ഇത് ഇങ്ങനെയാണ്. ബിക്കോസ് നമുക്ക് ഫോൺ ടച്ച് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. എനിക്കറിയില്ല എന്താടി ഇങ്ങനെയാണ് ഈ ഗ്ലൗസ് ഇങ്ങനെയാ ഗൈസ്. ഇതിങ്ങനെ ഇവിടെ എന്റെ കൂടെ വർക്ക് ചെയ്യണവരൊക്കെ ഇങ്ങനത്തെ ഗ്ലൗസ് കണ്ടോ. ഇത് കളർ കൊള്ളാലേ. വെള്ളയാണെങ്കിൽ ബാൻഡേഡ് പോലെ ഉണ്ടാവും. എനിക്ക് ഇതിന് മുമ്പ് ടെമു ഹോള് എടുക്കണം എന്നുണ്ടായിരുന്നേ. കുറെ സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതെനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം വേറെ ഒന്നുമല്ല, വന്നപ്പോ ആ കാരണം എല്ലാം പൊട്ടിച്ചു നോക്കി. പിന്നെ ഞാനൊരു നമുക്ക് ക്രിസ്മസ് പാർട്ടി വരുന്നുണ്ട് ഞങ്ങളുടെ ജോലി സ്ഥലത്ത് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മാച്ചിങ് അല്ല, അതിന് കൂടെ ഇടാൻ നല്ലതായിരിക്കും. മാച്ചിങ് തന്നെ ശരിയാട്ടോ. അത് ഇടയിൽ നല്ല രസമുണ്ട്. ഇതിനൊക്കെ പകുതി യൂട്യൂബിന്റെ പകുതി കാശിങ് തരണം കേട്ടോ. എന്റെ എഫോർട്ടിന് കേട്ടാ തരാം. ഇനി ആരെങ്കിലും കണ്ടാലല്ലേ തരേണ്ട ആവശ്യമുള്ളൂ. അതെ, 20 പേര് കാണും. 10 പേരെ കാശ് എടുത്തോ. നമ്മൾ റെഡി ആയാലും ഇത് ചേരുമല്ലോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ അത്ര നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് നല്ലതെന്നാണ് തോന്നുന്നത് സാന്ദ്ര. മറ്റേത് അവിടുത്തെ സാന്ദ്ര ഇട്ടിട്ട് വന്നിട്ടുണ്ട്. കൊള്ളാം. എനിക്ക് നല്ലതാ. ആ ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ ഗൈസ്. ഒരു ഫോൺ കേസ് വാങ്ങിയായിരുന്നു. ഇത് കുഴപ്പമില്ലാന്ന് തോന്നൂലേ? ഇത് വലിയ കുഴപ്പമില്ലല്ലോ. ഇത് വിന്ററൊക്കെ അല്ലേ, പിന്നെ മഞ്ഞിന്റെ പടമുള്ള. വേറെ ഒന്നും നല്ലത് എനിക്ക് കിട്ടിയില്ല. ഇവിടെ എന്തോ ഇവിടെ ഇനി കുറച്ചതിന്റെ ഷോ ആയിരിക്കും. അപ്പൊ കവർ കൊള്ളാം. യെസ്. അടുത്തത് കാരണം എന്റെ കൈ തട്ടി ആഡ് ആയതാണ്. ഇതെന്തിനാ വാങ്ങിയ? ഇതിന് പി ഉള്ളൂ. എത്രയോ 50p എന്തോ ഉള്ളൂ. നമ്മള് ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല സൈസ് തോന്നിയായിരുന്നു, പക്ഷെ എനിക്ക് ഇട്ടപ്പോൾ അപ്പൊ അടുത്തത് ഇതാണ്. ഇതിനകത്ത് ഇത് നമുക്ക് നമ്മുടെ ബാഗിൽ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. അതിൻ്റെ അകത്ത് ചാർജർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ, പിന്നെ പല സാധനങ്ങളും ഇങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ ബാഗിൽ ഇട്ടേക്കും. അപ്പം എന്തെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ ഭയങ്കര തപ്പണം. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വലിയ വിലയൊന്നുമില്ല. ടെമുലെല്ലാം തന്നെ ഭയങ്കര ചീപ്പാ. പക്ഷെ എനിക്കെന്തോ ടെമു ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞി ക്യൂട്ട് സാധനങ്ങൾ കുറേ ഉണ്ട്. കണ്ടോ, ഇതാണ് ഈ പൗച്ച്. തീരാൻ പോകുമ്പോൾ എനിക്ക് വിഷമാട്ടോ. അത് ഞാനൊരു നൈറ്റ് ഡ്രസ്സ് വാങ്ങിയതാണ്. അയ്യോ, ഇതല്ല ഇതിന്റെ കളറ്. ഇതല്ല കേട്ടോ ഞാൻ കണ്ട കളർ റെഡ് ആയിരുന്നു സാന്ദ്ര. ഇതൊരുമാതിരി പിങ്കാ വന്നേക്കണേ. പിങ്ക് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. തുറന്ന് നോക്കാം എന്തായാലും. ഞാൻ ഇതിനു മുമ്പാണെങ്കിൽ കുറച്ച് അപ്പൊ ഇതിനു മുമ്പ് ടെമുന്ന് 2-3 നൈറ്റ് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ക്വാളിറ്റി ആയിരുന്നു. വലിയ പ്രൈസ് ഒന്നും വന്നില്ലല്ലോ. അപ്പൊ സാന്ദ്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ സാന്ദ്ര പറഞ്ഞു
നമുക്ക് ഒന്നുകൂടെ ഓർഡർ ചെയ്യുന്നുണ്ട്. ഇവളാണ് ഈ കളർ, എനിക്ക് ഞാൻ മറ്റേ കളർ എടുക്കാന്ന് പറഞ്ഞതാ. ഇത് വന്നപ്പോ നോക്ക് പിങ്ക്. ഇതാ പിങ്ക് അല്ല, ഇതല്ല. ഞാൻ ഫോട്ടോ വേണമെങ്കിൽ കാണിക്കാം. ഫോട്ടോ ഞാൻ എന്റെ ഫോൺ എന്തേ കണ്ടപ്പോ നല്ലൊരു കളറായിരുന്നു. ആ എക്സ്പെക്ടേഷൻ വെച്ച ഞാൻ നോക്കിയത്. നീ കാണിച്ചു തരാട്ടോ. അങ്ങനെ ചിലപ്പോ പറ്റും. പക്ഷെ ഇതെനിക്ക് ആദ്യമായിട്ടോ ഇത്രയും ഡിഫറൻസ് വന്നത്. ഈ 2-3 തവണ ഇതിന് മുമ്പ് ഓർഡർ ചെയ്തപ്പോഴൊന്നും എനിക്ക് അങ്ങനെ വന്നിട്ടില്ല ഡിഫറൻസ്. ഇത്രയൊന്നും വേണ്ട, ഇതിനൊന്നും ആവശ്യമില്ല. ഇതൊക്കെ പറയണം. ഞാൻ ലൈറ്റ് റെഡും കൂടി കൂടിയ ഒരു കളർ അല്ലേ ഇത് പിങ്ക്. എനിക്ക് അറിയത്തില്ല ഫോണിൽ എങ്ങനെയാണ്. ഞാൻ നല്ലൊരു പീച്ച് പോലത്തെ ഒരു കളർ ഉദ്ദേശിച്ചാണ് ഓർഡർ ആക്കിയത്. പക്ഷെ വന്നത് ഇതാണ്. എനിക്ക് ഓൾറെഡി ഒരു പിങ്ക് ഉണ്ട്. എത്ര രൂപ ഇതിന് നോക്കിട്ട് പറയാം. ഞാൻ തന്നെ ഇട്ടാ. ഓക്കെ, തീർന്നു. ഇനി ഒന്നുമില്ല. എന്തോ ഒരു കളർ കിടപ്പുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ അതായത് നമുക്കിപ്പോൾ 15 പൗണ്ട്സ് മിനിമം വേണം ഓർഡർ ചെയ്യാൻ. 15 അപ്പം അത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സത്യം പറഞ്ഞാൽ ഈ കുറച്ച് ഈ ഗ്ലൗസും ഈ നൈറ്റ് ഡ്രസ്സും ഈ പൗച്ചും മാത്രം മതി. കുറേ നാളായിട്ട് കാട്ടിൽ ആഡ് ചെയ്തിട്ടേക്കണം. അപ്പം അതിലൂടെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നെക്ലേസ്, ഈ ഇടയ്ക്ക് നെക്ലേസ് പ്രാന്താണല്ലേ എന്റെ കൂടെ കൂടി. പിന്നെ അപ്പം ഇതും കൂടി നമ്മൾ വാങ്ങി തയ്ക്കാൻ വേണ്ടി വാങ്ങി. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മൾ തീരുമാനിച്ചു ടെമു ഹോളിന്റെ കൂടെ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫും കൂടെ ആക്കാം. അപ്പം ടെമു ഹോളും തുടങ്ങി നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പൊ ഇപ്പൊ സമയം അതായത് 1 മണിയായി ഉച്ചയ്ക്ക്. ഇന്നലെ എനിക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് വന്നപ്പം 3 മണി കഴിഞ്ഞു. പിന്നെ ഉറങ്ങിയിട്ട് ലേറ്റായി. ഇപ്പോഴാണ് നമ്മൾ എണീക്കുന്നത്. 1 മണിക്കൂറായിട്ട് ഞാൻ സാന്ത്വനം കട്ടിലൊക്കെ കിടന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ടെമു വന്നത്. ടെമു എടുത്തോണ്ട് വന്നു. ചായ കുടിച്ചു. ഇനി നമുക്ക് എന്താണ് പരിപാടി? ഇനി നമ്മൾ സാധനം വാങ്ങാനായിട്ട് അൽദി പോകും. നമ്മുടെ കയ്യില് പ്രോൺസ് ഇല്ല. നമുക്ക് പ്രോൺസ് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ഞങ്ങൾക്ക് രണ്ടൊക്കെ ഓഫ് ഉണ്ട്. അപ്പം ഇന്ന് വെച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് 2-3 ദിവസം കഴിക്കാം. 2 ദിവസം കഴിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാണാം ഇൻ മൈ ലൈഫ് വിത്ത് 2 സാന്ദ്രാസ്. ഇങ്ങനെയാണെന്ന് അറിയത്തില്ല ഞങ്ങൾ രണ്ടുപേരുടെയും പേര് സാന്ദ്ര എന്ന് തന്നെ വന്നത്. ഇടയ്ക്ക് അവളിരുന്ന് സ്നാപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബെഡൊക്കെ വൃത്തിയാക്കിയിട്ട് താഴത്തോട്ട് പോയി ദോശയും ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ട്. നമുക്ക് അത് കഴിക്കാം. ബൈ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് കർട്ടനൊക്കെ തുറന്നിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. 2 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയായിരുന്നു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചിക്കൻ കറിയാണ്. നമ്മുടെ വീട്ടിൽ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമില്ല. അപ്പം നമ്മൾ റെഡിയായിരിക്കുകയാണ്. നമുക്ക് എവിടെ പോകും? അൽദി പോകണം. നമുക്ക് സാധനങ്ങൾ വാങ്ങണം. എന്നിട്ട് ചുമ്മാ കുറച്ച് നേരം നല്ലപോലെ നടന്നിട്ട് നമുക്ക് തിരിച്ചു തരാം. സാന്ദ്രയ്ക്ക് മുടി കെട്ടി കൊടുക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം. സാന്ദ്രയുടെ മുടിയുടെ ഹെയർ സ്റ്റൈലിൽ നിന്ന് നമ്മൾ പുതിയ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാണ്. ഒന്നും വേണ്ടല്ലോ. ചെറിയൊരു ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ ചെയ്തു 2 സൈഡിലും. അപ്പം നമുക്ക് ഇറങ്ങാം. വാ. നമ്മൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു കഷ്ടപ്പാട് ഓർക്കണം അല്ലേ സാന്ദ്ര? പറ. അത് ഞാൻ പറയാം. ഞാനാണെങ്കിൽ നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങി. വെളിയിൽ ഡോറ് തുറന്ന് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും തണുത്തിട്ട് ഒരു രക്ഷയില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ കോട്ട് എടുത്തിട്ടു. അതെങ്കിൽ നടന്നപ്പോൾ ഭയങ്കര കാറ്റ്. മുടി കെട്ടി ഇതൊക്കെ അഴിച്ചിട്ട് പിന്നെയും തൊപ്പി വെച്ചു. അല്ലെങ്കിൽ അതിങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. പുറത്തിറങ്ങുമ്പോൾ എല്ലാം വേസ്റ്റാണ്. സങ്കടപ്പെട്ട് ഞങ്ങളിങ്ങനെ നടക്കും. 2-3 ലെയർ ഇട്ടിട്ടും തണുക്കുവാണ്. നല്ല തണുപ്പുണ്ട്. നീ പ്രോൺസ് ഏതാ? പിന്നുള്ള ഏതാ? ഇതാണ്. ഇത് മതിയില്ലേ? ഇതിന് റേറ്റ് കൂടുതലാണെന്നൊക്കെ. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബില്ല് ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണ്. വേറെ ഒന്നും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നേരെ വീട്ടിൽ പോയിട്ട് നമ്മളെ ഫുഡ് റെഡിയാക്കി വെക്കണം. നമ്മുടെ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോൺസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ മസാലയൊക്കെ ഇടാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഇതേ ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് പിന്നെ മസാല ആക്കുന്നത്. കാശ് അപ്പം നമ്മുടെ റൈസ് ഇതാ റെഡി ആയി കഴിഞ്ഞിരിക്കണു. പിന്നെ പ്രോൺസ് ഇതേ ഇത്, പിന്നെ നമ്മുടെ സവാള വറുത്തത്, കിസ്മിസ് ആൻഡ് പിന്നെ അങ്ങനെയല്ലോ റേസനും കാഷ്യൂനട്ടും ആക്കിയിട്ടുണ്ട്. മീൻ ഇത് ലെയർ ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഓക്കെ.
പ്രോപ്പർ വെയിലൊന്നും അല്ലാട്ടോ ചെയ്യണമെന്നോ അല്ലേ? നമുക്ക് ഈസി ആയിട്ട് തോന്നുന്ന രീതിയിൽ നമ്മൾ പകുതി ഇനിയിപ്പോൾ വേറെ പാത്രത്തിലൊന്നും ആക്കാൻ പറ്റാത്തതുകൊണ്ട് പകുതി അവിടെ ഇട്ട് പകുതി അവിടെ ഇട്ട്. അല്ല നമുക്ക് ഏറ്റവും അടിയിലല്ലേ വെക്കണ്ടേ? കുറച്ച് പ്രോൺസ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് റൈസ് ഒത്തിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് താഴെ ഇട്ടു, നമ്മളത് ലെയർ ചെയ്തു. നമ്മുടെ ബിരിയാണി റെഡി, നമുക്കപ്പോൾ കഴിക്കാം.